ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പം RRB എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. പഠിച്ചു തുടങ്ങിയ എല്ലാവരും. ഇനി പഠിച്ചിട്ടില്ല എങ്കിൽ ഈ മൊമെന്റ് മതി മക്കളെ. ഇപ്പം തന്നെ നോക്കിയാലും നമുക്കൊരു അടിപൊളിയായിട്ട് എന്തൊക്കെ പറ്റും, റെയിൽവേയിലൊക്കെ നമുക്ക് ജോലി നേടാൻ പറ്റും. മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പറയാൻ പറ്റും ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി എനിക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ഉഷാറില്ലേ എല്ലാവർക്കും പഠിക്കാനായിട്ട്? പഠിച്ചു തുടങ്ങാത്തവർ താണ്ടി പഠിച്ചു തുടങ്ങിക്കോളൂ. GKക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പോർഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റ് ഉറപ്പായും ചോദിക്കുന്ന ഏരിയാസ് ആണ്. വളരെ വേഗത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന PYQസും ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ വേണോ, ഇപ്പം തന്നെ CCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആ പദം കേട്ടിട്ടുണ്ട്. ഡൽഹി ഭരിച്ചിരുന്ന കുറച്ച് രാജാക്കന്മാരെ നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അതായത് ഏതോ ഒരു കാലഘട്ടം തൊട്ടാണ്. എന്നാണ് ആ കാലഘട്ടം? 1206 മുതൽ 1526 വരെ. രണ്ടിൻ്റെ അവസാനത്ത് ഒരു 6 ഉണ്ട്. നോക്കിക്കേ, അതായത് 1206 അവസാനത്ത് ഒരു 6 ഉണ്ട്, 1526 അവിടെയുണ്ട്. അവിടെ ഡൽഹി കേന്ദ്രമായിട്ട് ഭരിച്ച ഒരു 5 രാജവംശങ്ങളുണ്ട്. എത്ര രാജവംശങ്ങളാണ്? 5 രാജവംശങ്ങൾ. അപ്പൊ എന്നു തൊട്ട് എന്നുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1206 മുതൽ 1526 വരെ എവിടെ കേന്ദ്രമാക്കി? ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച 5 രാജവംശങ്ങൾക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡൽഹി സുൽത്താനേറ്റ്. അപ്പൊ അവിടെ ആരൊക്കെയാണ് ഭരിച്ചത്? ഞാൻ പേര് പറയുന്നു: അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യദ് വംശം, ലോധി വംശം. അപ്പൊ എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ? ആരാണ് ഇവയുടെ സ്ഥാപകൻ? ആരൊക്കെ ഭരിച്ചു? ഇനി അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ്ട് ഒരു കോഡ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചർ എഴുതിയിരിക്കുന്ന കോഡ് നോക്കിക്കേ. അഖിതൂസലോ, അഖിതൂസലോ, അഖിതൂസലോ കുജലഗിക്കി ബെഹലു, കുജലഗിക്കി ബെഹലു. ഒരു 2-3 പ്രാവശ്യം പഠിക്കുമ്പോൾ അതങ്ങ് ഓക്കെ ആകും. എന്താ പറയേണ്ടത്? അഖിതൂസലോ, ചലോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അഖിതൂസലോ, അഖിതൂസലോ. അഖിതൂസലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമ വംശം, കി എന്താണ്? ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യദ് വംശം, അത് കഴിഞ്ഞ് ലോധി വംശം. ഇതിൻ്റെ ഓർഡർ വരെയും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഒറ്റ കോടിയിൽ നിന്ന് ചോദ്യങ്ങൾ കിട്ടും. അഖിതൂസലോ, അഖിതൂസലോ കുജലഗിക്കി ബെഹലു. കുത്തബുദ്ദീൻ ഐബക്ക്, ജലാലുദ്ദീൻ ഖിൽജി. അടുത്തത് ഗിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അടുത്തത് കിസർ ഖാൻ. അടുത്തത് ബെഹലൂൽ ലോധി. ഓരോരുത്തരെയും ലോധി എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ ലോധി വംശം കിട്ടി. നമ്മൾ സയ്യദ്, കിസർ ഖാൻ കിട്ടി. അടുത്തത് തുഗ്ലക് വംശം. അടുത്ത ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ആരാണ് സ്ഥാപകര്? ഒരൊറ്റ കോഡ്. ഈ ഒരു കോഡുണ്ടെങ്കിൽ 1 മാർക്ക് ഉറപ്പ്. പഠിക്കാൻ പറ്റത്തില്ലേ? പറ്റുന്നില്ലേ? ഒന്നും കൂടെ ആവർത്തിച്ച് നോക്കൂ. അഖിതൂസുലോ കുജലഗിക്കി ബെഹലു. ഒറ്റ കോഡേ ഉള്ളൂ. ഇനിയും അപ്പം അവിടെ സ്ഥാപകർ ചോദിച്ചു. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അടിമ വംശത്തെ ബേസ് ചെയ്തുള്ള PYQ ആണ്. നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വംശത്തിന് പറയുന്ന പേരെന്ത്? എന്താണ് ആദ്യത്തെ കോഡ്? എന്തായിരുന്നു? അടിമ വംശത്തിന് പറയുന്ന പേരെന്താണ്? ചോദ്യം അടിമ വംശം എന്ന് തന്നെയാണ് ആൻസർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം, ഒരു സംശയമില്ല, കിട്ടി. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചേ, ഏതു വർഷം സ്ഥാപിച്ചു? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 6-ൽ അവസാനിക്കുന്നു, 1206. ഇനിയും അടുത്തത് ഇതിൻ്റെ മറ്റു പേരുകൾ എന്തെല്ലാം? പിടിച്ചോളൂ. ഇൽബാരി രാജവംശം. അടുത്ത ഒരാളുടെ പേരാണ് യാമിനി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, യാമിനി രാജവംശം. അടുത്തത് മാംലുക്ക് രാജവംശം. ഇൽബാരി രാജവംശം എന്നറിയപ്പെടുന്നത് ഏത്? യാമിനി രാജവംശം എന്നറിയുന്ന ഏത്? മാംലുക്ക് രാജവംശം എന്നറിയപ്പെടുന്നത് ഏത്? ഈസ് ഈക്വൽ ടു അടിമവംശം. ഇൽബാരി, യാമിനി, മാംലുക്ക് അല്ലേ? ഇൽബാരി, യാമിനി, മാംലുക്ക്. ഇനിയും അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന് ചോദിച്ചാലും വംശം സ്ഥാപിച്ച ഫൗണ്ടറായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക്. തീർന്നേ? ക്വസ്റ്റ്യൻസ് എല്ലാം PYQ ആണ്, കിട്ടി. അടുത്ത് നോക്കിക്കേ, ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയും ഈ ഒരൊറ്റ സ്ട്രക്ചറിൽ നമ്മളങ്ങ് പഠിച്ചു പോകും. പേരെന്താണ്? റസിയ, റസിയ സുൽത്താന അല്ലേ? ആദ്യത്തെ വനിതാ ഭരണാധികാരി, ആദ്യത്തെ വനിതാ മുസ്ലിം ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്?
റസിയ സുൽത്താന. അപ്പോൾ അടിമവംശം നമ്മൾ പഠിച്ചു. ഇനി അവിടെ നിങ്ങളോട് ചോദിക്കുക, രണ്ടാം അടിമവംശ സ്ഥാപകൻ ആരേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയാസുദ്ദീൻ ബാൽബൻ. ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൻ നല്ല അടിപൊളി പേരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ബാൽബൻ. ബാൽബൻ, ആ ബാൽബൻ എന്നുള്ള പേരിലൊരു ഘോരം ഇരിപ്പുണ്ട്. ദാണ്ട് ചോദ്യം, ഡൽഹി സുൽത്താൻ സിംഹാസനത്തിലെ ഉരുക്കുമനുഷ്യൻ ആരേന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? ബാൽബൻ തന്നെയാണ്. ആര് തന്നെയാണ്? ബാൽബൻ തന്നെയാണ് ഡൽഹി വംശത്തിലെ, ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു വംശൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അടുത്തത് ഉല്ലൂഖ് ഖാൻ അല്ലേ? ഉല്ലൂഖ് ഖാൻ എന്നറിയപ്പെട്ട അടിമവംശ ഭരണാധികാരി ബാൽബൻ തന്നെയാണ്. അപ്പോൾ ഉരുക്കു വംശനിലും ഒരു ഉ എന്ന അക്ഷരമുണ്ട്. അടുത്തത് ഉല്ലൂഖ് ഖാൻ എന്ന് പറയുന്നതിലും ഒരു ഉ എന്ന് പറയുന്ന അക്ഷരമുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും, ബാൽബനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ദെൻ അടുത്ത് നോക്കിക്കേ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. ഉരുക്കു മനുഷ്യനായതുകൊണ്ട് തന്നെ പുള്ളി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് തന്നെ ഒരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. രാജാധികാരം ദൈവദത്തമാണെന്ന് പറഞ്ഞു, ബാൽബൻ തന്നെയാണ്. ഇതെല്ലാം പ്രീവിയസിൽ ചോദിച്ചതാണ്. അപ്പോൾ ഓൾറെഡി പ്രൊജക്റ്റഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ആലോചിച്ച്, രാജാധികാരം ദൈവദത്തമാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നു, ഏറ്റവും കഴിവ് ഉറ്റ ഭരണാധികാരിയാണ്. അടുത്തത് PYQ ആണ്. നിണവും ഇരുമ്പും അല്ലേ? നിണവും ഇരുമ്പും, രക്തവും ഇരുമ്പും എന്ന ആശയം സ്വീകരിച്ച അടിമവംശ രാജാവാര എന്ന് ചോദിച്ചാലും ബാൽബനാണ്. അപ്പോൾ കുറച്ചധികം PYQ ബാൽബനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ബാൽബൻ പഠിച്ചു, അടിമവംശം പഠിച്ചു അല്ലേ? അടിച്ചു. ഇനി അവിടെ പഠിക്കേണ്ടത് കുത്തബ് മിനാർ എന്ന് പറയുന്ന സംഭവത്തെ ബേസ് ചെയ്ത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്, എന്നാൽ തീർത്തത് ഇൽത്തുമിഷാണ് തീർത്തത്. മനസ്സിലായോ? അപ്പോൾ ചോദ്യങ്ങളുടെ ഡിഫറൻസ് മനസ്സിലാക്കുക. വെറുതെ പെട്ടെന്ന് ആൻസർ ചെയ്യരുത്. ആരംഭിച്ചതും അവസാനിച്ചതുമായിട്ടുള്ള രാജാക്കന്മാരെ എടുക്കുക. ഇനിയും ആരുടെ ഓർമ്മയ്ക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സൂഫി സന്യാസിയായ ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. വലിയ പേരൊന്നുമല്ല, സൂഫി സന്യാസിയായിട്ടുള്ള ആരാണ്? ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി. കാക്കി എന്നുള്ള പേരൊക്കെ നമ്മൾ പോലീസ് യൂണിഫോമിൽ കാക്കി എന്നൊക്കെ വായിക്കത്തില്ലേ? കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, അത്രയേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി 238 അടി. എത്ര ഉയരമെന്നും ചോദിച്ചിട്ടുണ്ട്, ആരുടെ ഓർമ്മയ്ക്കെന്ന് ചോദിച്ചിട്ടുണ്ട്, ആര് തുടങ്ങി ആരവസാനിപ്പിച്ചു. ക്ലിയർ ആണല്ലോ? ചോദ്യങ്ങൾ ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം എന്താണ്? നോക്കിക്കോളൂ, ഖിൽജി വംശം പഠിക്കേണ്ടത്. ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും കുറച്ച് ഭരിച്ചത് അടിമവംശം കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഖിൽജി രാജവംശം അല്ലേ? ഖിൽജി രാജവംശം. പക്ഷേ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ PYQയിലുണ്ട്. കമ്പോള നിയന്ത്രണം വേർഡ് എന്താണ്? കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കൊണ്ടുവന്നത് കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നു. കമ്പോളം നിയന്ത്രിച്ചു. തപാല് പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നത് ഇവർ രണ്ടുപേരും. അപ്പോൾ ആ വേർഡിലുണ്ട്. ഇപ്പം നമ്മൾ പറയത്തില്ലേ പോസ്റ്റ് ഓഫീസ് വഴി കമ്പി അയക്കുക എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ കമ്പോളം എന്ന് പറയുന്ന വാക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. തപാലും കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഖിൽജി വംശമാണ്. ഇനിയും ജാഗീദാരി സമ്പ്രദായം അല്ലേ? ജാഗീദാരികൾ എന്ന് പറയുന്നത് മറ്റേ നമ്മൾ നികുതി പിരിക്കാൻ വേണ്ടി പ്രഭുക്കന്മാർ വരുന്ന ജാഗീദാരി സമ്പ്രദായം നിർത്തലാക്കിയ ആദ്യ ഭരണാധികാരി എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗീദാരി സമ്പ്രദായം ആ ടേം പഠിച്ചു വെക്കുക. ജാഗീദാരി ആര് നിർത്തലാക്കി? ഖിൽജി രാജവംശത്തിലെ അലാവുദ്ദീൻ ഖിൽജിയിൽ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ തപാല് കൊണ്ടുവന്നു, കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർ നികുതി സമ്പ്രദായത്തിൽ ജാഗീദാരി കൊണ്ടുവന്നു. പിന്നീടുള്ള പ്രത്യേകത എന്താണ്? സ്ഥിരം സൈന്യത്തെ നിലനിർത്തി. മനസ്സിലായോ? സ്ഥിരമായിട്ട് ഒരു സൈന്യത്തെ നിലനിർത്തിയതും ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് ഭരണാധികാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭരണാധികാരി മറ്റാരുമല്ല. ആരാണ്? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പോസ്റ്റ് പോയി ഒരു പോസ്റ്റ് ഓഫീസും കമ്പി എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു.
ദെൻ അവിടെ എന്താണ് ജാഗീദാരി എന്ന് പറഞ്ഞൊരു പദം പഠിച്ചു. അടുത്ത പദം നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ നമ്മൾ കൊടുക്കുന്ന പദം എന്താണ്? നമ്മുടെ മുസ്ലിം ഭരണാധികാരിയായിരുന്ന ആദ്യമായിട്ട് അങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി വരുന്നത് ആരാണ്? സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയത് ആരാണ്? പഠിച്ചു അല്ലേ? ഇനി നോക്കിക്കേ, തുഗ്ലക് ഏറ്റവും കൂടുതൽ കാലം. അപ്പൊ ഖിൽജി വേഴ്സസ് തുഗ്ലക്കിന് പ്രത്യേകതയുണ്ട്. ഒരാൾ കുറവും മറ്റൊരാൾ കൂടുതലും വന്ന രാജവംശമാണ് അല്ലേ? ബുദ്ധിമാനായ വിട്ടി എന്നറിയപ്പെടുന്ന തുഗ്ലക് ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അല്ലെ. ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതാണ്. തുഗ്ലക് പരിഷ്കാരങ്ങൾ നമ്മൾ പറയപ്പെടുന്നുണ്ട്. യമുന കനാൽ പണി കഴിപ്പിച്ചത് ആര്? യമുന കനാൽ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ് കൊണ്ടുവന്നത്. ഹിന്ദുക്കൾക്കുമേൽ ജസിയ എന്ന മതനികുതിയും ഏതാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇപ്പോൾ സാധാരണ രീതിയിൽ യമുന എന്ന് പറയുന്ന നദി, യമുന അല്ലേ, നമ്മൾ പഠിക്കുന്നതാണ്. യമുന എന്ന് പറയുന്ന നദി വരുന്നു. അതുപോലെ തന്നെയാണ് ജസിയ എന്ന് പറയുന്ന മതനികുതി. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഫിറോസ് ഷാ തുഗ്ലക്കാണ് മതനികുതി ഹിന്ദുക്കൾക്ക് മുകളിൽ അടിച്ചേൽപ്പിച്ചത്. ഓക്കെ, ഇനിയും അടുത്തത് സയ്യദ് വംശമാണ്. തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറായിരുന്നു കിസർ ഖാൻ എന്ന് പറയുന്നത് അല്ലേ, കിസർ ഖാൻ. ഇനിയും അവിടെ ഒരു സയ്യദ് രാജവംശത്തിൽ PYQ ചോദിച്ചേക്കുന്നത് താരിഖ് മുബാരക് ഷാഹി എന്ന പ്രസിദ്ധമായ കൃതിയുടെ കർത്താവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. യാഹിയ സർഹിന്ദാണ്. അദ്ദേഹം സയ്യിദ് വംശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. യാഹിയ സർഹിന്ദ്, താരിഖ് മുബാരക് ഷാഹി. ഇനിയും അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് അലാവുദ്ദീൻ ആലം ഷായാണ്. ഷാ ആലം രണ്ടാമനാണ് ഈ പറയുന്ന സയ്യദ് രാജവംശത്തിലെ അവസാന ഭരണാധികാരി. ഓക്കെ, അപ്പം 3 പോയിന്റ്സ് ആണ്. കിസർ ഖാൻ ആരായിരുന്നു? തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറാണ്. പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് സയ്യദ് രാജവംശത്തിലെ അവസാന ഭരണാധികാരി നമ്മൾ പഠിച്ചു. ഇനിയും നമ്മൾ ലോധി രാജവംശം, ഇതൊരു അഫ്ഗാൻ രാജവംശം എന്ന് പറയാൻ പറ്റും, പത്താൻ രാജവംശം എന്നൊക്കെ പറയാൻ പറ്റും. ഡൽഹി സുൽത്താനേറ്റ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് PYQs നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ രാജവംശമായിട്ട് വരുന്നതാണ് ഡൽഹി സുൽത്താനേറ്റിലെ എന്തെന്ന് പറയുന്നത് ലോധി രാജവംശം. അപ്പോൾ ഞങ്ങളിവിടെ നിങ്ങളോട് ചോദിക്കും, ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശം ഏത്? അതോടൊപ്പം തന്നെ ഡൽഹി സുൽത്താനേറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആഗ്ര പട്ടണം പഠിക്കുന്നുണ്ട്. ആഗ്ര പട്ടണത്തിലെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേര് എഴുതി വെച്ചോളൂ, സിക്കന്ദർ ലോധി. ആരാണ്? സിക്കന്ദർ ലോധി അല്ലേ. അടുത്തത് സിക്കന്ദർ ലോധിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഗുൽ റുഖി എന്ന തൂലികാ നാമത്തിൽ പേർഷ്യൻ കൃതികൾ എഴുതിയിട്ടുള്ള ഭരണാധികാരി ഗുൽ റുഖി. അദ്ദേഹത്തിൻ്റെ ഈ ഒഫീഷ്യൽ അല്ലാത്ത നെയിമാണ് ഗുൽ റുഖി. അത് സിക്കന്ദർ ലോധി ആയിരുന്നു. ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത് ഈ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവിൻ്റെ പേരാണ്, സുൽത്താൻ്റെ പേരാണ് ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഇബ്രാഹിം ലോധിയും പേര് പഠിക്കുന്നത് എവിടെയാണ്? നമ്മുടെ പാനിപ്പത്ത് യുദ്ധത്തിലാണ് അല്ലേ. പാനിപ്പത്ത് യുദ്ധം. അപ്പോൾ പാനിപ്പത്ത് എന്ന് പറയുന്നത് ഹരിയാനയിലുള്ള ഒരു സ്ഥലമാണ്. 1526 മറന്നു പോകരുത്. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം ആരൊക്കെയായിരുന്നു? ഇബ്രാഹിം ലോധി വേഴ്സസ് ബാബർ ആയിരുന്നു. ഇബ്രാഹിം ലോധി വേഴ്സസ് ബാബർ ആയിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എന്താണെന്ന് മനസ്സിലായി അല്ലേ. RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരാകുകയാണ്? ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകുകയാണ്, അല്ലെ ഉദ്യോഗസ്ഥയാകുകയാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് അവിടെ മാറുകയാണ്. അപ്പോൾ സർവീസിലേക്ക് കയറാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ട് പഠിക്കുന്നൊന്നുമില്ല. ഇവിടെ GK മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരും? നമ്മുടെ റീസണിങ്ങും മാത്സുമായി ബന്ധപ്പെട്ടും വരും. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശീലിക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. മലയാളത്തിലുള്ള ക്ലാസ്സുകൾ വേണോ? നിങ്ങൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നവംബർ 17 നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി സിലബസ് ബേസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8089200474. എത്രയോ രൂപ നിങ്ങൾ കളയുന്നുണ്ട് പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി. ഇത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യുക.
പഠിക്കുക, പരീക്ഷ എഴുതുക, വീണ്ടും വീണ്ടും പരീക്ഷ എഴുതുക. സമയം, അതായത് സിസ്റ്റം തന്നെയാണ് പരീക്ഷകൾ നടത്തുന്നത്. അതേ രീതിയിൽ തന്നെ മലയാളം ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കൂടുതലും MCQസും മോക്ക് എക്സാംസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് ടീം CCയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നൽകുന്നത്. അപ്പോൾ എല്ലാവരും പുതിയ ടൈം ടേബിളിൽ പഠിക്കാൻ തയ്യാറായിക്കൊണ്ട് വേഗം തന്നെ വരിക, ക്ലാസ്സുകളിലേക്ക് വരിക. വീണ്ടും ക്ലാസ്സുകളുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.